നമസ്കാരം. ഇറാൻ അമേരിക്ക ഇസ്രയേൽ സംഘർഷത്തിനിടെ യുഎസിന്റെ ഒരു F-35 യുദ്ധവിമാനം കൂടി വെടിവെച്ചിട്ടതായി അവകാശപ്പെട്ടിരിക്കുകയാണ് ഇറാൻ. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതിന്റെ ചിത്രങ്ങളും ഇറാനിയൻ മാധ്യമങ്ങൾ ഇതോടൊപ്പം പുറത്തുവിട്ടു. പൈലറ്റ് കൊല്ലപ്പെട്ടതായാണ് വിവരം. സംഭവത്തിൽ യുഎസ് പ്രതികരണം നടത്തിയിട്ടില്ല. തങ്ങളുടെ പുതിയ നൂതന പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് സെൻട്രൽ ഇറാനിലെ ആകാശത്ത് വെച്ച് F-35 യുദ്ധവിമാനം തകർത്തതായി IRGC വ്യക്തമാക്കിയത്. അതിക്രമിച്ചു കടന്ന US യുദ്ധവിമാനം പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയും തകർന്നു വീഴുകയും ചെയ്തതായാണ് IRGC വ്യക്തമാക്കുന്നത്. അതായത് പൈലറ്റിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. കൊല്ലപ്പെട്ടിരിക്കാമെന്നും കൂടുതൽ സാധ്യത, അതായത് കൊല്ലപ്പെട്ടിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് അവർ കൂട്ടിച്ചേർത്തത്. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ നേരത്തെ യുഎസിന് ഒരു F-35 വിമാനം നഷ്ടപ്പെട്ടിരുന്നു. അതായത് നേരത്തെ F-35 വിമാനം IRGC വെടിവെച്ചിട്ടിരുന്നു. എന്നാൽ ഇതിനോട് യുഎസ് അന്നും പ്രതികരിച്ചിരുന്നില്ല. ഇതിനിടെയാണ് 12 മണിക്കൂറിനുള്ളിൽ 2 US യുദ്ധവിമാനങ്ങൾ തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടുവെങ്കിലും ആദ്യ സംഭവം US സെൻട്രൽ കമാൻഡ് തെറ്റായി അവകാശവാദം എന്നാണ് പ്രതികരിച്ചത്. റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത യുഎസിന്റെ ഏറ്റവും നൂതനമായ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളിലൊന്നാണ് F-35 വിമാനം. അമേരിക്കൻ വ്യോമസേനയുടെ നട്ടെല്ലായ F-35 ലൈറ്റ്നിംഗ് യുദ്ധവിമാനത്തിന് തങ്ങൾ കനത്ത നാശനഷ്ടമുണ്ടാക്കി എന്നായിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടത്. ഇറാൻ വ്യോമ അതിർത്തിക്ക് മുകളിൽ വെച്ച് ഉപരിതല വ്യോമ മിസൈൽ ഉപയോഗിച്ചാണ് വിമാനത്തെ തകർത്തതെന്നും ഇറാൻ പുറത്തുവിട്ട വീഡിയോയിലെ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അതേസമയം തങ്ങളുടെ F-35 വിമാനം ആക്രമിക്കപ്പെട്ടതായും എന്നാൽ അത് ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്നും സുരക്ഷിതമായി അടിയന്തര ലാൻഡിംഗ് നടത്തിയെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വക്താവിന്റെ അവകാശവാദം. പൈലറ്റ് സുരക്ഷിതനാണ് എന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഇനി എന്താണ് സ്റ്റെൽത്ത്, അതായത് F-35നെ കുറിച്ച് നോക്കാം. ലോകത്തിലെ ഏറ്റവും നൂതനമായ 5ാം തലമുറ യുദ്ധവിമാനമാണ് ഇത്. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന F-35 അതായത് ഏകദേശം $100 മില്യൺ അതായത് 830 കോടി രൂപയാണ് വിലമതിക്കുന്നത്. ഈ വിമാനത്തിന്റെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ശത്രു രാജ്യത്തിന്റെ ആകാശത്തേക്ക് കടന്നു ചെന്ന് ആക്രമണം നടത്താൻ ഇതിന് കഴിവുണ്ട്. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ തകർച്ച റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന F-35 വിമാനത്തിന് ആദ്യമായാണ് ശത്രുവിന്റെ വെടിയേൽക്കുന്നത്. സ്റ്റെൽത്ത് വിമാനങ്ങൾ അജേയമാണ് എന്ന വാദം ഇതോടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇറാന്റെ കരുത്ത് തകർക്കപ്പെട്ടു എന്ന് കരുതിയിരുന്ന ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോഴും അതിശക്തമാണെന്നും അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും പിന്തുടരാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്. തന്ത്രപരമായ മാറ്റം, റഡാർ സിഗ്നലുകൾ ഉപയോഗിക്കാതെ വിമാനങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന പാസീവ് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഇറാൻ ഉപയോഗിച്ചിരിക്കാം എന്നാണ് വിദഗ്ധരുടെ നിഗമനം. ഇത് അമേരിക്കയുടെ വരാനിരിക്കുന്ന യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. എന്തായാലും പ്രചാരണ വിജയം ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ ആയുധ പദ്ധതിയായ F-35 ലക്ഷ്യം വെച്ചതാണ്. ഇറാന് ഇത്തരം ഒരു വലിയ രാഷ്ട്രീയ വിജയമായാണ് ഇതിനെ കണക്കാക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക മേധാവിത്വത്തിനേറ്റ പ്രഹരമാണ് ഇത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. F-35നെ തകർക്കുക എന്നത് എത്രത്തോളം പ്രയാസമാണ് എന്നത് മറ്റൊരു വിഷയമാണ്. അതായത് സാധാരണയായി ഒരു F-35 വിമാനത്തെ റഡാറിൽ നോക്കിയാൽ ഒരു ഗോൾഫ് പന്തിന്റെയോ ചെറിയ പക്ഷിയുടെയോ വലിപ്പമേ തോന്നിക്കൂ. കൂടാതെ ശത്രുവിന്റെ റഡാറുകളെ ജാം ചെയ്യാനുള്ള കഴിവും ഈ വിമാനത്തിനുണ്ട്. എന്നാൽ താഴ്ന്ന ഫ്രീക്വൻസിയുള്ള റഡാറുകൾക്കും ഇൻഫ്രാറെഡ് സംവിധാനങ്ങൾക്കും ചിലപ്പോൾ ഇത്തരം വിമാനങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ഈ പഴുതുകളൊക്കെ ഇറാൻ ഉപയോഗിച്ചിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും അമേരിക്കയുടെ F-35 തകർത്തെറിഞ്ഞത് ഇറാന്റെ പ്രതിരോധ ശക്തിയിലെ കൂടുതൽ വ്യക്തതയാണ് തെളിഞ്ഞു കാണുന്നത്.